മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ആദരണീയരായ ശുശ്രൂഷകന്മാർക്കും കൂടി വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമുക്ക് ധാരാളം അവസരങ്ങൾ ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് കൃപയുടെ വാതിൽ അടയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഏത് നിമിഷവും കൃപയുടെ വാതിൽ അടയാം. ഇന്ന് കൃപയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഇന്ന് യേശു കൃപാസനത്തിലിരിക്കുകയാണ്. ഇപ്പോൾ നാം ക്രിസ്തു യേശുവിലായി തീരേണ്ട സമയമാണ്. ഏത് സമയത്തും സംഭവിക്കാം. ഏത് സമയത്തും നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം. നാം എപ്പോൾ കടന്നുപോയാലും എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും നാം യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ എത്തിച്ചേരണം. അത് നമ്മുടെ നിർബന്ധ വിഷയമായി തീരണം. ഭൂമിയിൽ ആരെല്ലാം നമുക്ക് പ്രതികൂലമായാലും ദൈവം നമുക്ക് അനുകൂലമായിരിക്കണം. ദൈവം നമുക്ക് അനുകൂലമായി തീരുന്ന അവസ്ഥ. ജീവനുള്ള ദൈവമാണ് നമ്മെ ഓരോരുത്തരും ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്. വാസ്തവമായി നാം എല്ലാവരും ആ സത്യം തിരിച്ചറിയണം. ഈ കൂട്ടായ്മയിലൊന്നവരാരും നരകത്തിയിൽ വെന്തുരുകിത്തീരുവാനിട വരരുത്. യേശുക്രിസ്തുവിൻ്റെ വചനം നിശ്ചയമായും പ്രമാണിക്കണം. വചനം കേട്ട് ശിക്ഷാവിധി പ്രാപിക്കുന്നവരായി തീരരുത്. നാം ഒരു ചെറിയ കൂട്ടമാണ് കൂടെ നാം പറയാറുള്ളത് പോലെ. എന്നാൽ ഈ ചെറിയ കൂട്ടം വിശുദ്ധന്മാരുടെ കൂട്ടമായി തീരണം. ശുദ്ധിമതികളുടെ കൂട്ടമായി തീരണം. ആരെല്ലാം നമ്മളെ എതിർത്താലും, ആരെല്ലാം നമ്മെ കുറ്റം പറഞ്ഞാലും, ആരെല്ലാം നമ്മെ മാറി നിന്ന് വിമർശിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ തോന്നണം, കാര്യം ഞങ്ങളങ്ങനെ പലതും പറയുന്നുവെങ്കിലും അവർ വിശുദ്ധിയുടെ പാതയിലാണ് നീങ്ങുന്നതെന്ന്. എല്ലാറ്റിൽ നിന്നും മാറി ലോകത്തിലെല്ലാം നടന്നുകൊണ്ടിരിക്കും. നാം ജോലി ചെയ്യും. തീർച്ചയായിട്ടും നാം ജോലി ചെയ്യണം. നാം അധ്വാനിക്കണം. നാം കഷ്ടപ്പെടുന്നുണ്ട്. പലരും കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഓരോ ദിവസവും നമുക്ക് ശുദ്ധീകരണത്തിൻ്റെ വചനം ലഭിക്കുന്നു. വേറെ ആരിലേക്കും നോക്കരുത്. അവരവരുടെ ഹൃദയത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട്, കർത്താവേ എനിക്കെന്ത് രൂപാന്തരമാണ് വേണ്ടത്. ഞാൻ കൂടെ നിങ്ങളോട് പറയാറുണ്ടല്ലോ, നാം സെൽഫിഷായിരിക്കണം ഏത് കാര്യത്തിൽ. എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ കരങ്ങളിലാണെന്നുള്ള ഉറപ്പ്. ആ ഉറപ്പിൽ നാം തന്നെ ഉറപ്പ് പ്രാപിക്കണം. നമ്മുടെ ഭാര്യ അത് കഴിഞ്ഞിട്ടാണ് ഉറപ്പ് പ്രാപിക്കേണ്ടത്. ഭാര്യയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, മക്കളെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അതിനുശേഷമാണ് പ്രിയ ദൈവജനമേ, ഒരു ദിവസം എല്ലാവരും വിട്ടിട്ട് നാം ഏകരായി അക്കരെ നാട്ടിലേക്ക് പോകേണ്ടി വരും. അന്ന് നാം നഷ്ടപ്പെട്ടു പോയി എന്ന് ആർക്കും പറയാനിട വരരുത്. ആർക്കും ഒരു കാരണവശാലും ജീവിതത്തിലൊരു പാപവും വരരുതെന്നാണ് പറഞ്ഞത്. നാം ലാഘവത്വത്തോടെ ജീവിക്കരുത്. നാം അലസമായി ജീവിക്കരുത്. അലസത ഒരല്പം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശംവദനായി സ്വന്തം ആത്മാവിനെ സ്വയമേ മരിപ്പിക്കുമെന്നാണ് പിതാക്കന്മാർ പാടിയത്. അലസത വരാൻ പാടില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പറഞ്ഞോളൂ, തന്നെത്താൻ സൂക്ഷിക്കുന്നു. നാം തന്നെത്താൻ സൂക്ഷിക്കുന്നവരാണോ? നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റും വരരുതെന്നുള്ള വ്യക്തമായ ബോധ്യം നമ്മളിൽ എത്ര പേർക്കുണ്ട്? യേശുക്രിസ്തു ഇന്നും നമ്മെ കഴുകും, യാതൊരു സംശയമില്ല. ആണിപ്പാറുള്ള കാര്യം ഇന്നും നമ്മളുടെ മേൽ വയ്ക്കും. വിശ്വസിക്കുന്നവരുടെ രോഗം കർത്താവ് മാറ്റും. കാരണം മനുഷ്യരാരുമല്ല പ്രവർത്തിക്കുന്നത്, ജീവനുള്ള ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ഓർത്തു, എൻ്റെ ഉള്ളിൽ ക്യാൻസറിൻ്റെ ഏതെങ്കിലും അണുക്കളുണ്ടോ? അറിഞ്ഞുകൂടാ. ഈ ഇരിക്കുന്ന ആരുടെയെല്ലാം ഉള്ളിൽ ക്യാൻസറിൻ്റെ അണുക്കളുണ്ട്? അറിഞ്ഞുകൂടാ. എന്ത് വന്നാലും, എന്തെല്ലാം സംഭവിച്ചാലും, എന്തെല്ലാം അത്യാഹിതങ്ങൾ നടന്നാലും 27 വയസ്സുള്ള ആൾ പെട്ടെന്ന് കൊഴിഞ്ഞു വീണ് മരിക്കുന്നു. പെട്ടെന്ന് മരിക്കുകയാണ്. എത്ര സംഭവങ്ങൾ നാം കാണുന്നു. നാം പേപ്പർ എടുത്ത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നാം ഞെട്ടിക്കുന്ന കാര്യങ്ങൾ. എത്ര ചെറുപ്പത്തിലേ ഓരോരുത്തർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. നാം ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കൂടെ പഠിച്ചവർ, എനിക്കറിയാം, എൻ്റെ കൂടെ 6 സ്കൂളിൽ പഠിച്ച 3 പേരോളം ഇന്ന് ഭൂമുഖത്തില്ല. ഞാൻ അതുപോലെ കൂട്ടുകാരായി നടന്നവർ, പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവം നമുക്ക് ആയുസ് നീട്ടിത്തന്നു. ഞാനും ഈ ഭൂമിയിൽ നിന്ന് ഏത് സമയത്തും കടന്നു പോകാമെന്നാണ് പറയുന്നത്. എപ്പോൾ കടന്നു പോയാലും ദൈവരാജ്യത്തിലെത്തുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ആ ഉറപ്പ് ആര് തരും? മനുഷ്യർക്കാർക്കെങ്കിലും തരാൻ കഴിയുമോ? ഒരിക്കലുമില്ല പ്രിയപ്പെട്ട ദൈവജനമേ. എന്നാൽ ദാനിയേലിൻ്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. യാക്കോബിൻ്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. അത് നാം ഓരോരുത്തരും പറയണം, എൻ്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ടെന്ന്. പ്രാർത്ഥന കേൾക്കുന്ന
കേൾക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഏത് കാര്യവും ചോദിച്ചാൽ തരുന്ന ദൈവം. ഒരു ദൈവ പൈതലായി നിന്നുകൊണ്ട് കർത്താവെ, മരിക്കേണ്ടി വന്നാലും എൻ്റെ ജീവിതത്തിൽ ഒരു പാപം വരികയില്ല എന്ന് വ്യക്തമായി തീരുമാനമെടുത്തിട്ട് ജീവിതം മുഴുവനായി ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട്, വീണ്ടും പറയാം, ഭാഗ്യമായി കൊടുത്താൽ കർത്താവ് സ്വീകരിക്കുകയില്ല. മുഴുവനും ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നൽകുന്നവനാണ് ജീവനുള്ള ദൈവം. പ്രിയ ദൈവജനമേ, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം ഒരിക്കലും വഴിയിലിട്ടിട്ട് പോവുകയില്ല. ആ ജീവനുള്ള ദൈവമാണ് നമ്മെ വിളിച്ചതെങ്കിൽ ഇന്ന് അത്ഭുതം ഇവിടെ നടന്നിരിക്കും. നാം എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെല്ലാം ഏതെല്ലാം ഭാരവിഷയങ്ങളുമായി വന്നിട്ടുണ്ട്. എനിക്കുമുണ്ട് സങ്കട വിഷയങ്ങൾ, എനിക്കുമുണ്ട് കരച്ചിലിൻ്റെ വിഷയങ്ങൾ. ഞാനും എങ്ങനടിച്ച് കരയുന്ന മനുഷ്യനാണ്. ഞാനും പല രീതിയിൽ ദുഃഖമുള്ള മനുഷ്യനാണ്. അല്ലേ, നമ്മൾ ചിന്തിച്ചു നോക്കൂ, എന്തെല്ലാം ദുഃഖങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തെ ഓർക്കുമ്പോഴുള്ള ദുഃഖം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോഴുള്ള ദുഃഖം, നമ്മുടെ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഓരോരുത്തർക്കും അവരവരുടേതായ ദുഃഖങ്ങളുണ്ട്. എല്ലാം ദുഃഖപൂരിതമാണ് ഈ ഭൂമിയിലെ ജീവിതം. ഈ ഉഷ്ണക്കാറ്റേറ്റ് വലഞ്ഞാണ് നാം വന്നിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. നിങ്ങൾക്ക് GGF-ലേക്ക് വന്നാൽ ആശ്വാസം ലഭിക്കുമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും ആശ്വാസം തന്ന ജീവനുള്ള ക്രിസ്തു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായ ക്രിസ്തു. ആ ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്നും കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. നാം ഏതാനും നാൾ മുമ്പ് ചിന്തിച്ചു വരികയായിരുന്നു പത്രോസ്ലീഹായുടെ ജീവിതത്തെക്കുറിച്ച്. തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹായെ തള്ളിക്കളയാത്ത ജീവനുള്ള ദൈവം പത്രോസ്ലീഹായെ ജീവനുള്ള ദൈവം വിളിച്ചു. നമുക്ക് ചരിത്രമെല്ലാം അറിയാം. തിരുവചനം നിങ്ങൾ നിരന്തരം വായിക്കുന്നവരാകണം. ഈ തിരുവചനം നിങ്ങൾ നിരന്തരം വായിക്കണം. ഒരു നിമിഷം പോലും പാഴാക്കി കളയരുത്. നമ്മുടെ വിലയേറിയ സമയം നാം പാഴാക്കി കളയരുത്. തിരുവചനം മുഴുവനും നിരന്തരം വായിച്ചാൽ മാത്രമേ ഇവിടെ പറയുന്ന വചനങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ട ദൈവജനമേ, വലിയ ആഴങ്ങളൊന്നും പറയുന്നുണ്ടെന്നല്ല പറഞ്ഞത്. നാം ലാഘവത്വത്തോടെ ജീവിക്കരുത്. എന്നാൽ എന്തെല്ലാം ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും, ഏതെല്ലാം പാപം ഇന്ന് ഇവിടെ വരുന്നേടം വരെ വന്നിട്ടുണ്ടെങ്കിലും, ഇന്നും ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ അരുതാത്ത ചിന്തകൾ കടന്നുകൂടി വന്നിരിക്കുന്നവരുണ്ടോ? ആളുകളെ കാണുമ്പോൾ തന്നെ ഉള്ളിലൂടെ അരുതാത്ത ചിന്തകൾ പോകുന്നു. തീ അമ്പ് പോലെ ഉള്ളിൽ അരുതാത്ത ചിന്തകൾ വരുന്നു, അരുതാത്ത ആഗ്രഹങ്ങൾ വരുന്നു, ചീത്ത വാക്ക് പറയുന്നുള്ള ചിന്ത വരുന്നു, കോപം ഉള്ളിൽ പുകഞ്ഞു കയറി വരുന്നു. എന്നെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു കാര്യം സംഭവിച്ചതിനെ ഓർത്ത് ഉള്ളിൽ ആകുലപ്പെട്ടിരിക്കുന്നു. പലരുടെയും ചിന്ത എന്താണെന്നറിയാമോ? ഏറ്റു പറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കുകയില്ല എന്ന്. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം വന്നു, ഏതെങ്കിലും ഒരു അരുതാത്ത കാര്യം വന്നു, ഉടനെ ആകുലപ്പെട്ട് പുറകോട്ട് പോവുകയാണ്. തിരിഞ്ഞു നോക്കേണ്ടെന്നല്ല പറഞ്ഞത്, അത് ചിന്തിക്കേണ്ടെന്നല്ല പറഞ്ഞത്, അതിനെയോർത്ത് കരയേണ്ടെന്നല്ല പറഞ്ഞത്. എന്നാൽ കർത്താവിൻ്റെ പാപം ക്ഷമിച്ചു കാണുമോ എന്ന് നാം ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്തെ ചവിട്ടുകയാണെന്നുള്ള സത്യം നിങ്ങൾ അറിയുന്നുണ്ടോ? എന്താണ് പറഞ്ഞത്? വർഷങ്ങൾക്ക് മുമ്പ് അരുതാത്ത ഒരു പ്രവൃത്തിയിലേക്ക് പോയി, ഒരു മദ്യപാനത്തിലേക്ക് പോയി, അല്ലെങ്കിൽ ഒരു അഴുക്ക് ജീവിതത്തിലേക്ക് പോയി, അല്ലെങ്കിൽ അതുപോലെ ഉഗ്രമായി കോപിച്ചു. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉഗ്രമായി കോപിച്ചിട്ടുണ്ട്. പൈശാചികമായ ബന്ധനത്തിൽ ഭ്രാന്തന്മാർ അലർന്നുപോലെ ഞാൻ അലറിയിട്ടുണ്ട്. അത്രമാത്രം കോപിച്ച് സംസാരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് കോപിച്ച് അലറിയിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു കാര്യം എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൊരു കോപത്തിൻ്റെ സ്വഭാവം കാണുമ്പോൾ ഉടനെ ഞാൻ കരയേണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ എൻ്റെ കർത്താവ് എൻ്റെ പാപം ക്ഷമിക്കാത്തതുകൊണ്ടായിരിക്കുമോ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് വരുന്നത്? നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ പാപം കഴുകിത്തന്ന ജീവനുള്ള ക്രിസ്തുവിൻ്റെ തിരുരക്തത്തെ നിങ്ങൾ മലിനപ്പെടുത്തരുതെന്നാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്നും നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കൽ ഏറ്റുപറഞ്ഞതായ പാപം ഇനിയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ചിലപ്പോൾ 30 വർഷം മുമ്പ്, അല്ലെങ്കിൽ 40 വർഷം മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപം കർത്താവ് കഴുകി തരാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇത് വന്നിരുന്നത്? നിങ്ങൾ ചിന്തിച്ച് യേശുവിൻ്റെ രക്തത്തെ നിങ്ങൾ മലിനപ്പെടുത്തരുതെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒരിക്കൽ പാപം ഏറ്റുപറഞ്ഞാൽ അത് കഴുകിത്തരുന്നവനാണ് ജീവനുള്ള ക്രിസ്തു. ചിന്തിച്ച് നിങ്ങളൊന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച്, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ എല്ലാം യേശുവിൻ്റെ തിരുരക്തത്താൽ എനിക്ക് കഴുകി കിട്ടിയെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? എല്ലാവരുടെയും കല്ലറ തുറക്കുകയില്ല. എല്ലാവരും ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാകുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ വിശുദ്ധന്മാർ മാത്രമേ പറന്നുയരുകയുള്ളൂ. വിശുദ്ധന്മാരായി ജീവിച്ചവരുടെ കല്ലറകൾ മാത്രമേ തുറക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരാണ്, അവർ വിശുദ്ധരാണെന്ന് പറയുന്നത്. വിശുദ്ധരായി
തീർന്നേ പറ്റുകയുള്ളൂ. ഒരു ദിവസം കൊണ്ട് ഞാൻ വിശുദ്ധനായി തീരുമോ? വിശുദ്ധനായി തീരുമെന്നല്ല പറഞ്ഞത്. എന്നാൽ രക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇന്ന് നമുക്ക് വരാൻ കഴിയും. ആ വിശുദ്ധനായി തീരാനുള്ളതിൻ്റെ ഇന്നത്തെ ബേസ് നിങ്ങൾക്ക് ഇടാൻ കഴിയും. ഇന്ന് കർത്താവെ, എല്ലാവരും എനിക്കൊരു ശുദ്ധിമതിയായി തീരണം എന്നുള്ള ആഗ്രഹം എങ്ങനെ കിട്ടും? എന്നേക്കുമായി പാപത്തോട് യാത്ര പറയുന്നു. ഇനി എനിക്ക് പാപം വേണ്ട എന്ന് തീരുമാനിക്കുന്നു. കർത്താവെ, വന്നുപോയതെല്ലാം ഓരോന്നോർത്ത് ദൈവസന്നിധിയിൽ നിന്ന് എങ്ങലടിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? കർത്താവിൻ്റെ തിരുരക്തം നമ്മെ കഴുകുന്നു. ഇതെല്ലാം തിരുവചനമാണ്. നിങ്ങളത് വിശ്വസിച്ചേ പറ്റുകയുള്ളൂ. ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്കൊന്ന് ഉറക്കെ പറയാമോ? ഏതെങ്കിലും പാപം ഇനി കഴുകി കിട്ടിയില്ലേ എന്ന് ചിന്തിച്ച് നിങ്ങളിന്ന് പോകാതെ നിങ്ങളുടെ മനസ്സാക്ഷി മുഴുവൻ കഴുകിത്തരുന്ന ജീവനുള്ള ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മുമ്പിലാണ് വന്നിരിക്കുന്നത്. എന്താണ്? ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന് മുമ്പിലാണ് വന്നിരിക്കുന്നത്. ആ രക്തമാണ് നമ്മെ കഴുകുന്നത്. വേറെ ഒന്നിനും നമ്മെ കഴുകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു തരാം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. നിങ്ങളത് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം. യേശുവിന്റെ രക്തത്തിന് കഴുകാൻ കഴിയാത്തതായ ഒരു ശാപവും ചെയ്ത, ഒരു പാപവും ചെയ്ത, എത്ര ശാപകരമായി ജീവിതം നയിച്ചവരാണെങ്കിലും, എത്ര അഴുക്ക് ജീവിതത്തിലേക്ക് പോയവരാണെങ്കിലും, എത്ര മദ്യപാനത്തിൽ കുടുംബം മുടിച്ചു കളഞ്ഞവരാണെങ്കിലും, എന്തെല്ലാം അഴുക്ക് ജീവിതത്തിൽ വന്നവരാണെങ്കിലും, അവരുടെ എല്ലാ പാപങ്ങളും കഴുകി തരുവാൻ യേശുവിന്റെ രക്തം മതിയായതാണെന്നാണ് പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. പാപം മാറുമ്പോൾ രോഗം മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, രോഗശാന്തിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ നിന്ന് ബന്ധനങ്ങൾ അഴിയുമ്പോൾ, ജീവിതത്തിൽ നിന്ന് പാപങ്ങൾ മാറുമ്പോൾ, ജീവിതത്തിൽ നിന്ന് അഴുക്ക് മാറുമ്പോൾ, എനിക്ക് കർത്താവേ ഒരു വിശുദ്ധനായി തീർന്നേ പറ്റൂ, എനിക്കൊരു ശുദ്ധിമതിയായി തീർന്നേ പറ്റൂ എന്നുള്ള ആഴമേറിയ ആഗ്രഹവും ചിന്തയും വരുമ്പോൾ ജീവനുള്ള ക്രിസ്തു അത് കാണുന്നു. എല്ലാം കഴുകി തരുന്നു. നാളെ നാം ഈ ഭൂമുഖത്തുണ്ടോ എന്ന് അറിയുന്നില്ല. ഇത് പറഞ്ഞാൽ ദയവായിട്ട് നിങ്ങൾ വിശ്വസിക്കണം പ്രിയ ദൈവജനമേ. നാളെ ഈ ഭൂമിയിൽ നമ്മിൽ എത്ര പേരുണ്ടാകും? എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിങ്ങൾ പറയുമ്പോൾ ഏത് സമയത്തും നമ്മുടെ മരണം വരുമെന്നുള്ള സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നാളെ ആകട്ടെ എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങൾ ആരും നീട്ടി വെക്കരുത്. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇന്നാകുന്നു രക്ഷാ ദിവസം. നാളത്തേക്ക് മാറ്റിവെക്കരുത്. നിങ്ങൾ രക്ഷയിലാകൂ. രക്ഷകൻ ഇവിടെ വന്നിട്ടുണ്ട്. രക്ഷകൻ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. അന്ന് ശീമോന്റെ വീട്ടിലേക്ക്, കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന ലാസറിന്റെയും മാർത്തയുടെയും മറിയുടെയും വീട്ടിലേക്ക് കടന്നു ചെന്ന അതേ ക്രിസ്തു തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അന്ന് യേശു വിളിച്ചു, ലാസറേ എന്ന് വിളിച്ച അതേ ശബ്ദം, മാർത്തയെ മാർത്തയെ എന്ന് വിളിച്ച അതേ ശബ്ദം, എന്താണ് ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ച അതേ ശബ്ദം, ശീമോനെ ശീമോനെ എന്ന് വിളിച്ച അതേ ശബ്ദം തന്നെയാണ് നമ്മയും വിളിച്ചത്. നാം ആരും യാദൃശ്ചികമായിട്ട് ഇവിടെ കടന്നു വന്നവരല്ല. നിങ്ങളിത് പൂർണ്ണമായും വിശ്വസിക്കണം പ്രിയപ്പെട്ട ദൈവജനമേ. ഞാനത് 100% വിശ്വസിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാൻ നിങ്ങൾ ആരെക്കാളും നല്ലവനായിട്ടല്ല. ഈ ഒരു സത്യം എന്നും നാം തിരിച്ചറിയണം. എന്തെങ്കിലും യോഗ്യത കൊണ്ടല്ല, വെറും കൃപയാലാണ് രക്ഷ കിട്ടുന്നത്. കൃപയാലാണ് രക്ഷ. എന്തെങ്കിലും ചെയ്തിട്ടല്ല രക്ഷ. എങ്ങനെയാണ് രക്ഷ കിട്ടുന്നത്? രക്ഷ വെറും കൃപയാലാണ്. എങ്ങനെ രക്ഷ കിട്ടും? വെറും വിശ്വാസമാണ്. ഒന്ന് വായിക്കാമോ? റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു. അതെല്ലാം കാണാതെ പഠിക്കേണ്ട വാക്യങ്ങളാണ്. എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും പാപികളാണെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. വായിക്കാം. അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് അതിൻ്റെ അർത്ഥം? മനുഷ്യന്റെ ഏതെല്ലാം കർമ്മപ്രവൃത്തികൾ കൊണ്ടും, എന്ത് ഉപവാസം കൊണ്ടും, എത്രമാത്രം പ്രാർത്ഥന കൊണ്ടും, എത്രമാത്രം തിരുവചനം കേൾവി കൊണ്ടും, 100 പ്രാവശ്യം ഈ തിരുവചനം വായിച്ചുകൊണ്ടും കിട്ടുന്ന അല്ല രക്ഷ. നിങ്ങൾ ഈ സത്യം ഒന്ന് മനസ്സിലാക്കൂ പ്രിയപ്പെട്ട ദൈവജനമേ. ഇന്ന് രക്ഷകൻ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്ന് നിങ്ങൾ അങ്ങ് ദൂരെന്ന് കേൾക്കുന്ന മനുഷ്യരുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ വിശ്വസിക്കണം, ഞാനും വിശ്വസിക്കണം. യേശു നമ്മുടെ അരിയിലേക്ക് വന്നിട്ടുണ്ടെന്ന് നാം നമ്മുടെ പുറമെയുള്ള കണ്ണുകൊണ്ട്
കാണുന്നില്ല. യേശു എന്തിനാണ് വന്നത്? യേശു ചെന്നിടത്തെല്ലാം യേശു അത്ഭുതം ചെയ്തു. യേശു നമ്മെ വിളിച്ചു. ആ ജീവനുള്ള ക്രിസ്തു സൗജന്യമായി നമുക്ക് രക്ഷ തരുന്നു. അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരണം. ഒന്നും ചെയ്തിട്ടല്ലെന്നാണ് പറഞ്ഞത്, സൗജന്യമായി കിട്ടുന്നു. വായിക്കൂ, അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. എന്നാൽ നിങ്ങൾ ആരും ഇന്ന് രക്ഷകനെ കണ്ടെത്താതെ, രക്ഷയിലാകാതെ, ക്രിസ്തുവിലാകാതെ ഇവിടുന്ന് പോകരുതെന്ന് ഞങ്ങൾക്ക് കൊതിയുള്ളത് കൊണ്ടാണ് പറയുന്നത്. എന്താണ്? അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവെങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരണം ലഭിക്കുന്നത്. വെറും സൗജന്യമാണ് നീതീകരണം. എന്നാൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? വെറുതെ സൗജന്യമായി കിട്ടുമെങ്കിൽ എല്ലാവർക്കും, ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും ദാനമായി കൊടുക്കുകയില്ലായിരുന്നോ? അങ്ങനെ കൊടുക്കില്ല. അതിനൊരു ഉപാധിയുണ്ട്. എന്താണ് വേണ്ടത്? അതിന്റെ തൊട്ടടുത്ത വാക്യം എന്താണ്? അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വിശ്വസിക്കുന്നവർക്ക് എന്ത് വിശ്വസിക്കണമെന്നാണ് പറഞ്ഞത്? നിങ്ങൾ പറയും യേശുവിൽ വിശ്വസിക്കണമെന്ന്. എന്താണ് യേശുവിൽ വിശ്വസിക്കേണ്ടത്? യേശുവിൽ എന്താണ് വിശ്വസിക്കേണ്ടത്? നാം വിശ്വസിക്കുന്നു പറയും. എന്ത് വിശ്വസിക്കണമെന്നാണ് പറയുന്നത്? ബാലപാഠങ്ങളാണ് പറയുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇന്നും പലർക്കും എന്തില്ല? കർത്താവിനെ നീതീകരിച്ചു എന്നുള്ള ഉറപ്പില്ല. ഇന്നും എനിക്ക് നീതീകരണം കിട്ടിയെന്നുള്ള ഉറപ്പില്ല. എൻ്റെ പാപങ്ങളെല്ലാം യേശുവിൻ്റെ രക്തത്താൽ കഴുകി കിട്ടിയെന്നുള്ള ഉറപ്പില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അല്ല 2000 കൊല്ലം മുമ്പ് ഈ തിരുവചനത്തിൽ, അന്ന് പഴയ നിയമത്തിൽ പറഞ്ഞു. എന്താണ്? ആ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്തിന് മനുഷ്യന്റെ പാപങ്ങളെ പോക്കുവാൻ, മനുഷ്യന്റെ പാപങ്ങളെ മുഴുവനായും കഴുകിത്തരുവാൻ സാധ്യമല്ല എന്ന് എബ്രായ ലേഖനത്തിൽ പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവജനമേ, അന്നും യാഗം ഉണ്ടായിരുന്നു. ഈ യാഗം കഴിച്ചു എന്നുള്ളത് കൊണ്ട് പാപം മുഴുവൻ മാറിക്കിട്ടുന്നില്ല, പരിഹാരം വരുന്നില്ല. എന്താണ്? ശാശ്വതമായ പരിഹാരം വരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? യേശു ജനിക്കുന്നതിന്, നിങ്ങൾ ഈ സത്യം ഒന്നറിയൂ, യേശു ജനിച്ചിട്ടില്ല. യേശു ജനിക്കുന്നതിന് 1500 വർഷം മുമ്പ് ഈ തിരുവചനത്തിൽ മോശെ എന്ന പ്രവാചകന്റെ നാവിലൂടെ യഹോവയായ ദൈവം അരുളി ചെയ്തു. എന്താണ് പറഞ്ഞത്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന്. പ്രിയപ്പെട്ട ദൈവജനമേ, ആരാണ് സ്ത്രീയുടെ സന്തതി? എൻ്റെ അപ്പൻ്റെ പേര് കുര്യാക്കോസ് എന്നാണ്, അമ്മയുടെ പേര് ഏലിയാമ്മ എന്നാണ്. എന്നാൽ എന്നെ വിളിക്കുന്നത് എന്തെന്നാണ്? ജോൺ ഏലിയാമ്മ എന്നല്ല, ജോൺ കുര്യാക്കോസ് എന്നാണ്. നിങ്ങൾ ഈ സത്യമൊന്ന് തിരിച്ചറിയൂ പ്രിയപ്പെട്ട ദൈവജനമേ. നിങ്ങളുടെ നിരാശ മാറും. രക്ഷകനെ എൻ്റെ കയ്യിൽ പിടിച്ചിടുന്നുള്ള ഉറപ്പ് നിങ്ങൾക്കിന്ന് കിട്ടും. ഇന്നൊരൊറ്റ കുഞ്ഞു പോലും രക്ഷകനെ കൈക്കൊള്ളാതെ പോകരുത്. നിങ്ങൾ മയങ്ങിയിരിക്കേണ്ട സമയമല്ല ഇത്. നിങ്ങൾ കണ്ണു തുറന്ന് രക്ഷകനായ ക്രിസ്തുവിനെ സ്വീകരിക്കൂ. ക്രിസ്തു നിങ്ങളുടെ കരത്തിൽ പിടിക്കുവാൻ ആവലോടെ വന്ന് നിൽക്കുന്നുണ്ടെന്ന്. യേശു എന്നെയും തൊടും, എൻ്റെ ഹൃദയത്തിന്റെ മുറിവുകളെ കർത്താവിന് കെട്ടും. ഞാനത് വിശ്വസിക്കുകയാണ്. നിങ്ങൾ എല്ലാവരെക്കാളും ദുഃഖം അനുഭവിക്കുന്ന മനുഷ്യനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളാരെങ്കിലും വിശ്വസിക്കുമോ? എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ എനിക്കറിയാം, ഞാൻ അപ്പാ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ അരികിലേക്ക് ഓടി വരുന്ന ഒരു ക്രിസ്തു ഉണ്ട്. ആ യേശു സ്നേഹമാണ്. ആ യേശു നിങ്ങളുടെ ആരെയും പാപം കാണാൻ വന്നതല്ല. ആ പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലപ്പെടാൻ പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നു. ഇതൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രിയപ്പെട്ട ദൈവജനമേ. യേശുവിൻ്റെ അരികിലേക്ക് ഏതാനും പേർ കൂടി വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്നു. വ്യഭിചാരം ചെയ്യാൻ ഒരാൾക്ക് കഴിയുമില്ലല്ലോ. കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താണ്? വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിൻ്റെ അടുക്കിലേക്ക് ഇങ്ങ് വലിച്ചഴച്ചു കൊണ്ടുവരികയാണ്. സൃഷ്ടാവിൻ്റെ മുമ്പിൽ സൃഷ്ടി വന്ന് നിൽക്കുമ്പോൾ എൻ്റെ രാജാതിരാജനായ യേശുവിന് ഒന്നും ചോദിക്കുകയല്ല ചെയ്യുന്നത്. ഒന്നും കർത്താവ് ചോദിക്കുന്നില്ല. ചോദിക്കുന്നുണ്ട്. എന്താണ്? കർത്താവിന് മുമ്പിൽ വന്ന് യഹൂദ പ്രമാണികൾ അവരെ പിടിച്ചോണ്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് എന്താണ് പറയുകയാണ്? ഇവളെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു. തെളിവ് സഹിതമാണ് കൊണ്ടുവന്ന് നിൽക്കുന്നത്. പുരുഷനെ പിടിച്ചില്ല. അതിനവർക്ക് പേടിയാണ്. കാരണം അത് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. എന്താണ്? വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചുകൊണ്ട് യേശുവിനെ മുമ്പിൽ നിർത്തി. നിങ്ങളിത് പറയുമ്പോൾ അങ്ങനെ നിങ്ങളെ പിടിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്നത് നിങ്ങൾ വ്യഭിചാരം ചെയ്യുന്നതുകൊണ്ടല്ല. നിങ്ങൾ കോപിച്ചിട്ടുണ്ടോ? നിങ്ങൾ ക്രുദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ മദ്യവെച്ചിട്ടുണ്ടോ? നിങ്ങൾ അരുതാത്ത ഏതെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ മിസ്ഡ് അടിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സ്ത്രീയോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഉത്സാഹം വന്നിട്ടുണ്ടോ? നിങ്ങളെ പിടിച്ചുകൊണ്ട് കോപിക്കുന്നവൻ കൊലപാതകനാവുന്നു ദൈവത്തിന്റെ തിരുവചനം പറയുന്നു. കൊലപാതകം ചെയ്ത ജോണിനെ പിടിച്ചുകൊണ്ട് വന്ന് യേശുവിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണെന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. യേശു അവിടെ നിൽക്കുകയാണ്. ആ സൃഷ്ടാവിനെ
സൃഷ്ടിയെ കാണുമ്പോൾ എന്നും മനസ്സലിവാണ്. ഇന്നും പുരുഷാരത്തെ കണ്ട് യേശു മനസ്സലിഞ്ഞുകൊണ്ട് മലമേൽക്കേറി നിന്ന് അവരോട് പറഞ്ഞത് എന്താണ്? എൻ്റെ അരികിലേക്ക് വരുമെന്ന് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവി, ഞാൻ നിങ്ങളെ ആശ്വസിക്കുമെന്ന്. GJFിൽ വന്നാൽ ആശ്വാസം കിട്ടുമെന്നല്ല പറഞ്ഞത്. യേശുവിനെ കണ്ടാൽ ആശ്വാസം കിട്ടും. ആശ്വാസത്തിന്റെ ഉടയവൻ, ആദിയില്ലാത്ത ആദിയായവൻ ആരാണ്? അൽഫയും ഒമേഗയും ആയവൻ, ഒന്നാമനും ഒടുക്കത്തവനുമായവൻ. ഇതാ തേജസ്സോടെ വന്നിരിക്കുന്ന രംഗത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ ആ പാവപ്പെട്ട സ്ത്രീയെ വലിച്ചവിടെ കൊണ്ട് നിർത്തി. എന്താണ്? ഉടനെ ഇവളെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഭാഗം ഒന്ന് എടുക്കാമോ? വ്യഭിചാര കർമ്മത്തിലുള്ള പിടിച്ചു എന്ന് പറഞ്ഞ് എന്താണ് കൃത്യമായി പറയുകയാണ്. വ്യഭിചാര കർമ്മത്തിൽ അവളെ പിടിച്ചു. എന്നിട്ടോ കർത്താവ് എന്താണ് പറയുന്നത്? ആദ്യം തന്നെ കർത്താവിനോട് ഈ കാര്യമെല്ലാം പറഞ്ഞു. ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശയുടെ ന്യായപ്രമാണം പറയുന്നത്. മോശയുടെ ന്യായപ്രമാണം പറയുന്നത് വ്യഭിചാരം ചെയ്താൽ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ്. ഇവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഇവൾ യോഗ്യയായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നീ എന്നെ പറയുന്നു കർത്താവേ? എന്താണ്? കർത്താവ് ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് കർത്താവ് ഒന്നും മിണ്ടിയില്ല. എന്നാൽ കർത്താവ് എന്ത് ചെയ്തു? വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടവളായ സ്ത്രീ കർത്താവിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. കർത്താവ് ഒന്നും മിണ്ടുന്നില്ല. അവർ പറഞ്ഞു, വ്യഭിചാര കർമ്മത്തിൽ ഈ സ്ത്രീയെ പിടിച്ചിരിക്കുന്നു. ന്യായമായിട്ടും മോശ പറയുന്നത് കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. ഉടനെ കർത്താവ് കല്ലെറിഞ്ഞു കൊന്നോളാൻ പറയുമെന്നാണ് പിടിച്ചുകൊണ്ടുവന്ന് യഹൂദന്മാർ ചിന്തിച്ചത്. കർത്താവ് ഒന്നും ചെയ്തില്ല. കർത്താവ് താഴേക്ക് നോക്കി കുനിഞ്ഞിരുന്നുകൊണ്ട് കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഓരോ വ്യക്തികളുടെയും പേര് കൊണ്ടുവന്ന് ഓരോരുത്തരുടെയും പേരങ്ങ് എഴുതി വെച്ചു. എന്നിട്ടോ ജനിച്ച കാലം മുതൽ, ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവനും പാപങ്ങൾ ഓരോന്നും എഴുതാൻ തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ ജനിച്ച കാലം മുതൽ, നിങ്ങളിതെല്ലാം പറയുമ്പോൾ നിങ്ങൾ വേറെ ആളുടെ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് കഴുകാൻ കർത്താവ് വന്നിട്ടുണ്ട്. അത്ഭുതം നടക്കാൻ പോവുകയാണ്. സമയമില്ല, എന്നാൽ പറയാം, വേഗം പറയാം. എന്താണ്? യേശുവിൻ്റെ അടുക്കൽ അവിടെ വന്ന് നിൽക്കുകയാണ്. ജോൺ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ജനിച്ച കാലം മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ. നോക്കൂ, എനിക്കറിയാം. എനിക്ക് അന്ന് 10 വയസ്സുള്ളപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്കന്ന് പഠിപ്പിച്ച ടീച്ചറെ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ടീച്ചർമാർ ഓരോരുത്തരും ഓർമ്മയുണ്ട്. അന്ന് ഹെഡ് മിസ്ട്രസ് ആയിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മ വെച്ച കാലം മുതലുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. അതെല്ലാം സ്ക്രീനിൽ എഴുതും പോലെ കർത്താവോടെ കുനിഞ്ഞിരുന്നിട്ട് കർത്താവ് ഓരോരുത്തരെയും പേര് മണലിങ്ങനെ എഴുതിയിട്ട്, ഇങ്ങനെ പേരെഴുതിയിട്ട് അടിയിൽ വരച്ചിട്ട് 5ാമത്തെ 6ാമത്തെ വയസ്സിൽ വേണ്ട 10ാമത്തെ വയസ്സ് മുതലുള്ള എല്ലാം എഴുതുവാണെന്നിരിക്കട്ടെ. അവിടെ നിൽക്കാൻ കഴിയുമോ? ആദ്യത്തെ ആളുടെ കാര്യം എഴുതി, 2ാമത്തെ ആളുടെ കാര്യം എഴുതി, 3ാമത്തെ ആളുടെ കാര്യം എഴുതി. ആദ്യത്തെ ആളുടെ കാര്യം എഴുതിയപ്പോൾ തന്നെ അവരെന്ത് ചെയ്തു? ഓരോരുത്തനായി വിട്ടുപോയി കളഞ്ഞു എന്നാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതെല്ലാം കഴിഞ്ഞു. പാവം സ്ത്രീ ഇങ്ങനെ അവരുടെ എല്ലാം പാവം എഴുതുന്നത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അവർക്ക് എഴുത്തും വിദ്യാഭ്യാസമുള്ള ആളാണെന്ന് ചിന്തിക്കൂ. അവർ ഓരോരുത്തരെയും പാവം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഓരോന്ന് കണ്ടപ്പോൾ ആ പാവപ്പെട്ട സ്ത്രീ അവരുടെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി. എൻ്റെ ദൈവമേ, 10ാമത്തെ വയസ്സിൽ എനിക്ക് എന്തെല്ലാം തെറ്റുവന്നു, 11ാമത്തെ വയസ്സിൽ എന്തെല്ലാം തെറ്റുവന്നു, 15 വയസ്സിൽ എനിക്ക് എന്തെല്ലാം തെറ്റുവന്നു. കർത്താവേ, എന്തെല്ലാം തെറ്റാണ് വന്നത്. ഇതെല്ലാം ഓർത്തിങ്ങനെ ഹൃദയം വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. 8:3 എന്നാണ് പറഞ്ഞത്. വായിച്ചോ. ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചുകൊണ്ടുവന്ന ആരാണ്? ശാസ്ത്രിമാരും പരീശന്മാരും ഉണ്ട്. ശാസ്ത്രിമാരും പരീശന്മാരും. കർത്താവ് എന്നും കഷ്ടമെന്നാണ് പരീശന്മാരെയും ശാസ്ത്രിമാരെയും കൂട്ടി അവരെ കുറിച്ച് എപ്പോൾ പറയുമ്പോഴും പറഞ്ഞിട്ടുള്ളത്. എന്താണ്? മറ്റുള്ളവർ വിധിക്കുന്ന സ്വഭാവം, മറ്റുള്ളവരുടെ കുറ്റം കാണുന്ന സ്വഭാവം. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനാണോ നിങ്ങൾക്ക് വെക്കരുത്? മറ്റുള്ളവരുടെ പാപം കണ്ടുപിടിക്കാനാണോ വെക്കരുത്? നിങ്ങളെ ദൈവം വെറുപ്പോടെ മാത്രമേ കാണുകയുള്ളൂ. പ്രിയപ്പെട്ടവർ, എന്താണ്? ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാര കർമ്മത്തിൽ പിടിച്ച സ്ത്രീയെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. വായിക്കൂ. ഗുരു ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. കേട്ടോ, കൃത്യമായിട്ടാണ് പറയുന്നത്. ഗുരു ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. നിങ്ങളിത് പറയുമ്പോൾ ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ പുറമേ വ്യഭിചാരം വന്നിട്ടില്ലായിരിക്കും. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ, ചില സ്ത്രീകളെ കാണുമ്പോൾ ആഗ്രഹങ്ങൾ, ചില പുരുഷന്മാരെ കാണുമ്പോൾ ആഗ്രഹങ്ങൾ. സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നവൻ അവളുമായി ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി എന്നാണ് എൻ്റെ നാഥൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളിൽ ആരൊക്കെ വ്യഭിചാരം ചെയ്തിട്ടില്ല, ആ കർമ്മം ചെയ്തിട്ടില്ലായിരിക്കും. എന്നാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജീവനുള്ള ദൈവം, എല്ലാം കാണുന്ന ദൈവം. വായിക്കൂ, എന്താണ്? ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്, കല്ലെറിയണമെന്നാണ് മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ
നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. യേശുവിനോട് ചോദിക്കാണ്, നീ ഇവളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. താഴേക്ക് വായിക്കൂ. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. കേട്ടോ, യേശുവിന്റെ മുമ്പിലേക്ക് ജോൺ കുര്യാക്കോസിനെ പിടിച്ചുകൊണ്ട് വന്ന് നിൽക്കുകയാണ്. നിനക്ക് എന്നാ പറയാനുള്ളേ? ഇവനെ ഇന്ന കാര്യത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, ഇവനെ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, ഇവനെ മദ്യപാനത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, ഇവൻ കോപിച്ച് ക്രുത്തിച്ച് അലറി സംസാരിച്ചിട്ടുണ്ട്, ഇവനെ അതിൽ പിടിച്ചിരിക്കുന്നു, ഇവൻ കൊലപാതകനാവെന്ന് പിടിച്ചുകൊണ്ട് വന്ന് നിൽക്കുകയാണ്. യേശു ഒന്നും മിണ്ടുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? യേശുവിനെ അറിയാം. ഈ സാധുവായ സ്ത്രീ നീതീകരിക്കപ്പെട്ടവളായിട്ട് പോകാൻ പോവുകയാണെന്ന് സൃഷ്ടാവിനറിയാം. മകനെ, നിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണെന്നറിയാമോ പലപ്പോഴും പല പാപം ചെയ്തിട്ടും കർത്താവ് ഒന്നും മിണ്ടാതിരുന്നത്? എന്താണ്? ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായാൽ മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. നീ പിന്നെയും പിന്നെയും ദോഷം ചെയ്യാനുള്ള അവസരം കിട്ടാൻ വേണ്ടിയിട്ടല്ല, നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന അപകടങ്ങൾ കർത്താവ് കണ്ടുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നത്. പ്രിയപ്പെട്ടവര്, ജീവനുള്ള ദൈവം സ്നേഹം മാത്രമാണ്. എന്തെല്ലാം തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടാണോ വന്നിരിക്കുന്നത്? എൻ്റെ കർത്താവേ, പറയാൻ നേരമില്ലല്ലോ, പെട്ടെന്ന് പറയാം. എന്താണ്? കർത്താവ് ഒന്നും മിണ്ടുന്നില്ല, സൃഷ്ടാവ് ഒന്നും മിണ്ടുന്നില്ല. ഇന്ന് പലതും കണ്ടിട്ട് നിന്റെ പല ചെയ്തികളും കണ്ടിട്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. പലതും കണ്ടിട്ടും ഒന്നും കാണാത്തവനെ പോലെയും, പലതും കേട്ടിട്ടും ഒന്നും കേൾക്കാത്തവനെ പോലെയും കർത്താവ് അവിടെ നിൽക്കുകയാണ്, ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ടോ താഴേക്ക് വായിക്കൂ. അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന്. കേട്ടോളണം, നിങ്ങൾ ആരെങ്കിലും മേലെ കല്ലെറിയാൻ തുടങ്ങില്ല. എന്താണ് കല്ലെറിയാന്ന് പറഞ്ഞാൽ? വാച്യാർത്ഥത്തിൽ ഇങ്ങനെ കല്ലെടുത്തിട്ട് ആരെങ്കിലും എറിയണോ? അല്ല. ആരെയും നിങ്ങൾ കുറ്റം പറയാൻ നോക്കരുത്, ആരുടെയും തെറ്റ് കണ്ടുപിടിക്കാൻ പോകരുത്. അതുകൊണ്ട് ഏതെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പറയരുത്, അവരോട് നേരിട്ട് പറയാം. മറ്റുള്ളവരടുത്ത് പോയി പറയരുത് എന്നാണ് പറഞ്ഞത്. കൂടെ ഈ കൂട്ടായ്മയിൽ പറയാറുള്ളതാണ്. എന്താണ്? കർത്താവ് ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിഞ്ഞോ? പക്ഷെ ഒന്നാമത് എറിയുന്നയാൾക്ക് പാവം ഉണ്ടാവരുത്. അത് കഴിഞ്ഞാൽ ഒന്നാമത് എറിയുന്നയാൾക്ക് പാവം ഇല്ലായിരുന്നു, ബാക്കിയുള്ളവർക്ക് കല്ലെറിയാന്നാണ് പറഞ്ഞത്. ഒന്നാമത് നിങ്ങളിൽ പാവമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. പിന്നെയും കർത്താവ് ബാക്കിയുള്ളവരുടെ പാവം എഴുതുകയാണ്. ഓരോരുത്തരെയും പാവം എഴുതി വെച്ചിരിക്കുന്നു. എന്താണ്? യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു. നാം അറിയുന്നുണ്ടോ? ഓർമ്മയുടെ പുസ്തകത്തിലല്ല എഴുതി വെച്ചിരിക്കുകയാണ്. നാം വിചാരിക്കും ആരും കണ്ടില്ല, ആരും കേട്ടില്ല, ആരും അറിഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കും. വെള്ള വസ്ത്രം ഇട്ടുകൊണ്ട് വരാം, എന്തെല്ലാം പുറമെ എന്തും കാണിക്കാം. എന്നാൽ നമ്മുടെ ഹൃദയം അറിയുന്ന ദൈവം, ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം, ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിലാണ് നാം വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? എന്ത് നടന്നു? അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. അത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എല്ലാവരും പോയി, എല്ലാവരും വിട്ടുപോയി. തുടർന്ന് എന്ത് സംഭവിച്ചു? യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും. ഇപ്പോൾ യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന ജോണും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, ഞാൻ പേര് പറഞ്ഞതാണ്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ യേശുവിൻ്റെ മുമ്പിൽ ഒന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്ക് കഴുകി കിട്ടണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? കർത്താവേ, എനിക്കെല്ലാം കഴുകിത്തരണം. പാവാസ്ത്രീ പറഞ്ഞില്ല. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അറിയുന്ന ജീവനുള്ള ദൈവം, നമ്മുടെ ഇന്ദ്രിയങ്ങളെ അറിയുന്ന ദൈവം, എൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങലുകൾ അറിയുന്ന ദൈവം, എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ അറിയുന്ന ദൈവം, ആ ദൈവം എന്താണ് പറഞ്ഞത്? വേറെ ഒന്നും പറഞ്ഞില്ല. കർത്താവ് എന്ത് പറഞ്ഞു? യേശു നിവർന്നവളോട്, യേശു നിവരുകയാണ്. യേശു നിവർന്ന അവളോട്, സ്ത്രീയെ അവർ എവിടെ? സ്ത്രീയെ അവർ എവിടെ? കർത്താവ് താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്, സ്ത്രീയെ അവൾ എവിടെ? നിനക്കും ആരും ശിക്ഷ വിധിച്ചില്ലയോ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് അവളോട് ചോദിച്ചു. എന്നിട്ടോ? ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. അവൾ പറഞ്ഞില്ല എനിക്ക് പാവമില്ലാഞ്ഞിട്ടാണെന്നല്ല പറഞ്ഞത്. അവൾക്ക് മനസ്സിലായി അവൾ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്. തുറന്ന് കർത്താവ് എന്ത് പറഞ്ഞു? ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. കേട്ടോ, യേശു സ്നേഹം മാത്രമാണെന്നതാണ് പറഞ്ഞത്. ഇന്നും കർത്താവ് നമ്മുടെ മുന്നിൽ ഒന്ന് നിൽക്കുകയാണ്. എന്താണ് കർത്താവ്? വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഇതുവരെ എന്ത് ചെയ്തെന്ന് കർത്താവ് ചോദിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ അപാകതകളെല്ലാം കണ്ടുപിടിക്കൂ, അപകടങ്ങളെല്ലാം കണ്ടുപിടിക്കൂ. നിങ്ങൾ മരമുട്ടി പോലെ ഇരിക്കരുത്. നിങ്ങളെ ഓരോരുത്തരോടുമാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവെ, തകരാത്ത ഹൃദയത്തിൻ്റെ ഉടമകളാണെങ്കിൽ എന്താണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചോളൂ. പ്രകടമായ പാപം പെടാൻ നിങ്ങൾക്ക് മനസ്സില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക്
പാപം വിടാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ വിങ്ങിപ്പൊട്ടിക്കരയും, നിങ്ങളുടെ ഹൃദയം പൊട്ടിപ്പൊട്ടി തകരും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഞാൻ ചിന്തിക്കുകയാണ്, പാവപ്പെട്ട ആ സ്ത്രീ ഇങ്ങനെ എങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എങ്ങലടിക്കുകയാണ്. കാരണം ജീവിതത്തിൽ വന്നുപോയ പാവങ്ങൾ എന്തെല്ലാം എന്നോർത്ത് ഒറ്റ പ്രാവശ്യത്തെ വിചാരത്തിലേ പിടിച്ചിട്ടുള്ളൂ. എന്നാൽ കർത്താവെ, ഓർമ്മ വെച്ച കാലം മുതൽ അവരുടെ പാവം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അവൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി. കർത്താവെ, എന്തെല്ലാമാണ് വന്നത്, ഏതെല്ലാം പാവങ്ങളാണ് വന്നത്. എൻ്റെ നാഥ, അവിടുന്ന് എനിക്ക് ശിക്ഷ വിധിക്കുന്നില്ലല്ലോ, അവിടുന്ന് വേറെ ഒന്നും എന്നോട് ചോദിക്കുന്നില്ലല്ലോ, പഴയ കാലങ്ങൾ ചോദിക്കുന്നില്ലല്ലോ, നിന്റെ ജീവിതത്തിൽ വന്ന എല്ലാം നീ ഒന്ന് ഏറ്റു പറഞ്ഞേ മകളെ എന്ന് പറയുന്നില്ലല്ലോ. അങ്ങനെ നിനക്കൊന്ന് ഏറ്റു പറയാമെങ്കിൽ, നീ നിന്റെ ജീവിതം മുഴുവൻ ഒന്ന് തുറക്കാമെങ്കിൽ ഞാൻ കഴുകിത്തരാമെന്നല്ല കർത്താവ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന്, എൻ്റെ മുമ്പിൽ വന്നെന്ന് യേശു പറയുകയാണ്, മോനെ മുഴുവൻ കഴുകിത്തരാം, മകളെ മുഴുവൻ കഴുകിത്തരാമെന്നാണ് യേശു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ണുകൾ അടയ്ക്കാമോ? യേശുവിനെ മാത്രം ഒന്ന് കാണാമോ? യേശു മാത്രം വന്നിരിക്കുന്നു. പാവിയായ ജോണും യേശു മാത്രം ഈ ഹോളിൽ. പാവിയായ ഓരോരുത്തരും അവരവരുടെ പേര് പറഞ്ഞിട്ട് പറയൂ, യേശുവേ, ഞാനും യേശു മാത്രം ഈ ഹോളിൽ വന്നിരിക്കുകയാണ്. കർത്താവേ, എനിക്കൊന്നും പറയാനില്ല, ഒന്നും മിണ്ടാനില്ല കർത്താവേ, ഒരക്ഷരം മിണ്ടാനില്ല. ഓർമ്മ വെച്ച കാലം മുതൽ എന്തെല്ലാം സംഭവിച്ചു, എന്തുമാത്രം കോപിച്ചു, ആരുടെയെല്ലാം ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിച്ചു, ആരുടെയെല്ലാം കുറ്റം പറഞ്ഞു കർത്താവേ, ഉള്ളതും ഇല്ലാത്തതും നിരൂപിച്ചു, പലരെയും മുൻവിധിയോടെ നോക്കി, പലരുടെയും കാര്യങ്ങളിൽ വിമർശന ബുദ്ധിയോടെ നോക്കി. കർത്താവേ, എൻ്റെ കർത്താവേ, ഹൃദയം മുഴുവൻ ചീഞ്ഞതായിരുന്നു, ഹൃദയത്തിൽ അഴുക്ക വികാരങ്ങൾ ഉണ്ടായിരുന്നു, മലിന മോഹങ്ങൾ ഉണ്ടായിരുന്നു, എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. കർത്താവേ, വചനം കേട്ടിട്ടും പിന്നെയും പിന്നെയും പാപത്തിലേക്ക് പോയി. കർത്താവേ, കഴിഞ്ഞ മൂന്നാം ഞായറാഴ്ച തീരുമാനമെടുത്തു, കഴിഞ്ഞ ഞായറാഴ്ച വന്നപ്പോൾ തീരുമാനമെടുത്തു. കർത്താവേ, ഇന്നും തെറ്റിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. കർത്താവേ, ഒന്നും പറയാനില്ല, ആകെ ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയൊന്ന് പറയാവോ? യേശുവിനോട് തന്നെ രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി. കർത്താവേ, ഇനി എനിക്കൊന്നും പറയാനില്ല, ഒരു ന്യായവും പറഞ്ഞുകൊണ്ട് വരാനില്ല, ഒരു ന്യായവാദവും പറഞ്ഞുകൊണ്ട് വരാനില്ല, ഒരവകാശവാദവും പറഞ്ഞു വരാനില്ല. കർത്താവേ, ഒരു കാര്യം എനിക്കറിയാം, മറ്റുള്ളവരുടെ പാപമെല്ലാം എഴുതി വെച്ചില്ലേ, അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവേ, ഞാൻ പാപിയായ ഒരു സ്ത്രീയാണ്, പാപിയായ ഒരു പുരുഷനാണ്, പാപിയായ ഒരു വിദ്യാർത്ഥിയാണ്, പാപിയായ ഒരു കച്ചവടക്കാരനാണ്, കർത്താവേ, പാപിയായ ഒരു ദൈവ ശുശ്രൂഷകനാണ്, പാപിയായ ഒരു വചനം പറയുന്ന പാപിയായ മനുഷ്യനാണ്. അങ്ങനെ പറയുമ്പോൾ, ഹൃദയത്തിൽ നിന്ന് ആഗ്രഹം വരുമ്പോൾ, പുറമേക്ക് ശബ്ദം വന്നില്ലെങ്കിൽ പോലും കർത്താവ് പറയും, പോകാ, നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലേ, പോകാ, ഇനി പാപം ചെയ്യരുത്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ഇന്ന് ശിക്ഷാവിധി കർത്താവ് ഒഴിവാക്കി തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നല്ല സമയമാണ്, യാചിക്കേണ്ട സമയമാണ്, മോചിക്കുന്ന നാഴികയാണ്. യേശു വന്നിട്ടുണ്ട്. നിങ്ങളെ കണ്ണിറുക്കി അടച്ചു പിടിച്ചുകൊണ്ട്, കർത്താവേ, എന്നെ ഒന്ന് കഴുകണമേ, എന്നെ മുഴുവനായും കഴുകണമേ, എൻ്റെ ഹൃദയത്തിലെ പാപങ്ങളെ കഴുകണമേ, എൻ്റെ അശുദ്ധിയെ കഴുകിക്കളയണമേ, എൻ്റെ പ്രേമത്തെ കഴുകിക്കളയണമേ. കർത്താവേ, എൻ്റെ അന്യ സ്ത്രീയോടുള്ള ആഗ്രഹം കഴുകിക്കളയണമേ. എൻ്റെ കർത്താവ്, എൻ്റെ അന്യ സ്ത്രീയോടുള്ള, അന്യ പുരുഷനോടുള്ള ആഗ്രഹത്തെ കർത്താവേ ഇന്ന് കത്തിച്ചു കളയണമേ. സ്വർഗത്തിലെ തീ കത്തുമ്പോൾ കർത്താവേ, എന്നെ ഒന്ന് കത്തിക്കണമേ. എൻ്റെ നാഥ, അവിടുന്ന് തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹായെ തള്ളിക്കളയാത്ത ജീവനുള്ള ദൈവമാണല്ലോ. പത്രോസ്ലീഹയുടെ അരിയിലേക്ക് വന്നുകൊണ്ട്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച ജീവനുള്ള ദൈവമാണല്ലോ കർത്താവേ. ഇപ്പോഴിതാ തിരുസന്നിധിയിലേക്ക് ഞാൻ വരികയാണ്. എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ വെടുപ്പാക്കണമേ, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. കർത്താവ്, എൻ്റെ മേലൊന്ന് കരം വെക്കണമേ. നിങ്ങൾ വ്യക്തമായി തീരുമാനമെടുത്താൽ ഇപ്പോൾ യേശുവിന്റെ കരമെന്ന് തൊടും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെല്ലാം യേശു വന്നിട്ടുള്ളത് കാണുന്നുണ്ട്, വേറെ എല്ലാം മറക്കൂ. എല്ലാവരും കണ്ണുകൾ അടച്ചിരിക്കട്ടെ. ആരും പരസ്പരം നോക്കേണ്ട, ആരും പരസ്പരം ആരെയും നോക്കണ്ട. സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. വന്നുപോയ പാപങ്ങൾ ഓർക്കൂ. യേശുവിനോട് പറയൂ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ എന്ന് വിളിക്കൂ. നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ആരെല്ലാം പറയുന്നുണ്ട്, ആരെയും നിർബന്ധിക്കുന്നില്ല, എന്നാൽ പറഞ്ഞു തരാം. എൻ്റെ യേശുവേ, എന്നോട് കരുണ തോന്നണമേ, എന്റെ പാപങ്ങൾ ഞാൻ മനസ്സറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ
പാപങ്ങളും എനിക്ക് കഴുകി തരണമേ. എന്നോട് മനസ്സലിയണമേ. പിശാചിനോട് ഞാൻ എന്നേക്കുമായി യാത്ര പറയുന്നു. പാപത്തോട് എന്നേക്കുമായി യാത്ര പറയുന്നു. നിങ്ങൾ അടച്ചിരിക്കട്ടെ. നിങ്ങൾ ആരെല്ലാം അങ്ങനെ വ്യക്തമായി പറയുന്നുണ്ട്. പാപത്തോട് എന്നേക്കുമായി ആരെല്ലാം യാത്ര പറയുന്നുണ്ട്. ഞങ്ങളാരും പറഞ്ഞു തന്നാൽ പറയേണ്ട കാര്യമല്ല പ്രിയപ്പെട്ടവരെ. പിശാചിനോട് യാത്ര പറയൂ, പാപത്തോട് യാത്ര പറയൂ. യേശുവിനെ മാത്രം കാണൂ. യേശു അരികിൽ വന്ന് നിൽക്കുന്നുണ്ടെന്ന് കാണൂ. യേശുവിന്റെ പടം കാണാനല്ല പറഞ്ഞത്. ആണിപ്പാടുള്ള കരം നിങ്ങൾ കാണൂ. നിങ്ങൾ കണ്ണടച്ചാൽ തീക്കടുത്ത ആ തീയുടെ കളറുള്ള ആ കരം നിങ്ങൾക്ക് കാണാം. യേശു നിങ്ങളുടെ അരികിൽ വന്ന് നിൽക്കുകയാണ്. കർത്താവ് ചാടി പിടിക്കാനായിട്ട് ആവലോടെ നിൽക്കുകയാണ്. ഇതൊന്നും എന്നും പറഞ്ഞ് കേൾക്കുമ്പോൾ ഇന്നും കർത്താവേ അങ്ങനെയെല്ലാം ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കാതെ സത്യമായും ക്രിസ്തുവിനെ മാത്രം കാണൂ. പാപത്തോട് നിങ്ങൾ യാത്ര പറഞ്ഞോ? പിശാചിനോട് യാത്ര പറഞ്ഞോ? എന്നേക്കുമായി യാത്ര പറഞ്ഞോ? എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞവർ മാത്രം പറഞ്ഞാൽ മതി. എന്റെ യേശുവിനെ ഞാൻ എന്റെ രക്ഷകനും എന്റെ കർത്താവും എന്റെ നാഥനുമായി എന്റെ ഉടയവനുമായി ഞാനിതാ സ്വീകരിക്കുന്നു. കർത്താവേ എന്നോട് മനസ്സലിയണമേ. ഞാൻ ഇന്നുവരെ എന്റെ ജീവിതത്തിൽ മനസ്സറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളും അവിടുത്തെ തിരുരക്തത്താൽ എനിക്ക് കഴുകി തരണമേ. നിങ്ങൾ ആരെല്ലാം അങ്ങനെ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ? ആരെല്ലാം അങ്ങനെ പ്രാർത്ഥിച്ചു? ആരും നോക്കണ്ട, ആരും പരസ്പരം നോക്കണ്ട, ആരെങ്കിലും കൈ ഉയർത്തുന്നുണ്ടെന്ന് നോക്കണ്ട. കർത്താവ് വന്നിട്ടുണ്ട്. ആണിപ്പാളുകാരൻ നീട്ടിയിട്ടുണ്ട്. തിരുരക്തം പുരണ്ട കരം നീട്ടുന്നുണ്ട്. ആരോടും കർത്താവിന് പരിഭവമില്ല. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും പ്രസാദമുണ്ടോ? അവൻ എന്നെ ദുഷ്ടത വിട്ട് തിരിയുന്നതിലല്ലയോ ഞാൻ പ്രസാദിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ജീവനുള്ളവരും ആരെയും മാറ്റി നിർത്താതെ ആണിപ്പാടുള്ള കരവുമായി പിടിക്കാനായിട്ട് കൊതിയോടെ വരികയാണ്. നിങ്ങൾ അങ്ങനെ തീരുമാനമുള്ളവർ മാത്രം നിങ്ങളുടെ കരങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഉയർത്തി കൊടുക്കൂ. ആണിപ്പാടുള്ള കരം തൊടട്ടെ. ഞാനിതാ ഉയർത്തുകയാണ്. കർത്താവേ, പാവിയായ അടിയന്റെ മേലും അവിടുത്തെ കരം തൊടുവിക്കണമേ. ഈ കരത്തിൽ പിടിക്കണമേ. നിങ്ങൾ ആരെല്ലാം രോഗികളായിട്ടുള്ളവരുണ്ട്, നിങ്ങൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. അത്ഭുതങ്ങളുടെ കാലം തീർന്നു പോയിട്ടില്ല. ഏലിയാവിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. മോശയുടെ ദൈവമാണ് നമ്മുടെ ദൈവം. ചെങ്കടലിനെ വിഭാഗിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ദാനിയേലിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവം ഇന്നും എന്നേക്കും എന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ആ ദൈവം ഇപ്പോൾ ഇതാ ആ കൈകൾ പിടിച്ചവരുടെ മേൽ കർത്താവേ രോഗത്തിന്റെ ബന്ധനം അഴിക്കണമേ. പാപത്തിന്റെ ബന്ധനം അഴിക്കണമേ. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ. കർത്താവേ, ഇപ്പോൾ കർത്താവേ അത്ഭുതം പ്രവർത്തിക്കണമേ. എത്ര ദൂരെ ഇരുന്നാണെങ്കിലും എവിടെ ഇരുന്നാണെങ്കിലും പ്രാർത്ഥിക്കുന്നവരുടെ മേൽ കർത്താവേ ആണിപ്പാടുള്ള കരം വെക്കണമേ. വിശ്വസിക്കുന്നവരെ രോഗമോടുന്ന് മാറ്റണമേ. വിശ്വസിക്കുന്നവരെ രോഗമോടുന്ന് പൽസിച്ചകറ്റണമേ. കർത്താവേ, ക്യാൻസർ ഉണ്ടല്ലോ അപ്പാ, ഞങ്ങളാരും അതിന് കർത്താവേ ഞങ്ങളാർക്കും പ്രാർത്ഥിച്ചാൽ മാറുന്നതല്ലല്ലോ പ്രിയപ്പെട്ട കർത്താവേ. എന്നാൽ സ്വർഗം തീയായിട്ട് ഇറങ്ങി വരുമ്പോൾ ഒരുമിച്ച് ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിതാ ക്യാൻസറിന്റെ അണുക്കളെ കത്തിച്ചു കളയുകയാണ്. ഹാർട്ട് അറ്റാക്കിന്റെ അണുക്കളെ കർത്താവിതാ കത്തിച്ചു കളയാണ്. ബ്ലോക്കുകൾ കർത്താവ് കത്തിച്ചു കളയുകയാണ്. ഇപ്പോൾ ഇത് അത്ഭുതം നടക്കുകയാണ്. ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? യേശു അത്ഭുതം പ്രവർത്തിക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ, എന്റെ യേശുവേ, എന്റെ കർത്താവേ, എന്നോട് മനസ്സലിയണമേ. എന്റെ രോഗമോടുന്ന് മാറ്റണമേ. എന്റെ രോഗത്തിന്റെ ബന്ധനോട് അഴിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങൾ കരങ്ങളെ താഴ്ത്തിയിടൂ. പുതിയ സൃഷ്ടിയായി ജീവിക്കൂ. കർത്താവേ, അവിടെ നിങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തുതി. അവിടെ നിങ്ങൾ ഇറങ്ങി വരുമ്പോഴെല്ലാം അവിടുത്തെ പരിശുദ്ധകരം ആണിപ്പാടുള്ളവർ നിങ്ങളുടെ വെക്കുന്നതിനായി സ്തുതി. അവിടെ നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തുതി. കർത്താവ് തീരുമാനമെടുത്തവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതിനായി സ്തുതി. അവരുടെ ഭാഗങ്ങളെല്ലാം കർത്താവ് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളഞ്ഞതിനായി സ്തുതി. അപ്പൊ എല്ലാം ദാനമാകിയാൽ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച അരുമരക്ഷകനായ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ.